ഓഗസ്റ്റ് 23 റിലീസാവുന്ന കർണിക എന്ന സിനിമയിലെ നായകനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ്, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു സോ മച്ച്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ്. അപ്പോൾ നമ്മുടെ സിനിമ റിലീസാകുമ്പോഴാണ് എങ്ങനെയാണ് ഈ സിനിമയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ ഇതിൻ്റെ കഥ എത്തുന്നത് താങ്കളിലേക്ക്? അതായത് ഇതൊരു ഷോർട്ട് ഫിലിം ആയിരുന്നു ബേസിക്കലി. അതിൽ ഡയറക്റ്റ് ചെയ്ത അരുൺ വെൺപാലയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഷോർട്ട് ഫിലിമിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഇതിൻ്റെ പ്രൊജക്ട് ഡിസൈനർ സോഹൻ റോയ് സാറെ പോയി കാണുകയും അദ്ദേഹമാണ് ഈ സിനിമ ഒന്ന് വലുതാക്കാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ തമിഴ് സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. സോഹൻ റോയ് സാറാണ് വിളിക്കുന്നത്, ഇങ്ങനെ ഒരു ചെറിയ സിനിമയാണ്, അതിനകത്ത് ചെയ്യാൻ പറ്റും. ഒബ്വിയസ്ലി നമുക്ക്, കാരണം എനിക്കൊരു എന്താ പറയുക, സിനിമാ മോഹമായിട്ടുള്ള എനിക്കൊരു ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ തന്നിട്ടുള്ളത് അദ്ദേഹമാണ്. ഏരീസ് ഗ്രൂപ്പിനോടുള്ള നന്ദി എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്താണ്. അപ്പോൾ അവരൊരു സിനിമ ചെയ്യുന്നു പറഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മളൊന്ന് ചെയ്യും. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തമിഴ് ഒരു പ്രൊജക്റ്റ് വന്നു, ഞാൻ പക്ഷേ അത് എടുത്തില്ല, കാരണം എനിക്ക് ഈ പ്രോജക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എടുത്തില്ല. പക്ഷേ ഇതൊരു ഫീമെയിൽ ഓറിയൻറ്റഡ് സബ്ജക്റ്റാണ് ശരിക്കും. ഇതിനകത്തൊരു നായകൻ അല്ലെങ്കിൽ നായിക എന്നുള്ളതിനെക്കാട്ടും നായികയ്ക്ക് പ്രാധാന്യം കൂടുതലുള്ള സിനിമയാണ്. നമ്മുടെ മലയാളത്തിൽ നായികയ്ക്ക് പ്രാധാന്യമുള്ള സിനിമകൾ കുറവാണ്, വളരെ കുറവാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു സിനിമയാണ്. കാരണം ഇതിനകത്ത് അതിലൊരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല നമുക്ക്, കാരണം ആ ഒരു ട്രാക്കിലാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ സിനിമ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഈ ക്യാരക്ടറും നമ്മളറിയാതെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഇതിൻ്റെ ഡയറക്ടർ അരുൺ ഡെയിലി എന്നോട് ചോദിക്കും, കാരണം ഞാനിത് ഈ സാധനം ഒന്ന് ക്ലോസ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നടക്കുന്നില്ല, അടുത്ത സീക്വൻസ് പ്രിയങ്കയുടെ കൂടെ ഇതും കൂടെ ഒന്ന് ഞാൻ വിയാൻ അവിടെ പ്ലേസ് ചെയ്യാണ്. അപ്പോൾ സ്ക്രിപ്റ്റിൽ ഒരുപക്ഷെ പ്രിയങ്ക മാത്രം ഉള്ളതായിരിക്കും, പക്ഷേ നമ്മുടെയും കൂടെ പ്രസൻസ് അവിടെ വേണം എന്ന് ഡയറക്ടർക്ക് തോന്നി. അവസാനം ത്രൂ ഔട്ട് ഞാനും പ്രിയങ്കയുമാണ് ഇതിനകത്ത് നിങ്ങളുടെ ഒരു കോംബോയാണ് കൂടുതൽ വന്നിട്ടുള്ളത്. പിന്നെ ഈ സിനിമയുടെ ഒരു വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ഹൊറർ, ഇൻവെസ്റ്റിഗേഷൻ, റൊമാൻസ്, ത്രില്ലർ, ഇതെല്ലാം കൂടിയിട്ട് ഒത്തിണങ്ങിയിട്ടൊരു പടം കൂടിയാണ്. എന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവിയോ ആ ഒരു ഗണത്തിലൊന്നും ഒരിക്കലും പെടുത്തരുത്. ഇത് ഒരു കൂട്ടം പുതുമുഖങ്ങളോടൊപ്പം ഈ പറഞ്ഞ പോലെ പ്രിയങ്കയും ടി ജി രവിചേട്ടനൊക്കെ ചെയ്തിട്ടുള്ള ഒരു സിനിമയായിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ പാട്ടുകൾ തന്നെയാണ്. ഇപ്പോൾ 3-4 പാട്ട് ഇറങ്ങി, ട്രെയിലർ ഇറങ്ങി. അപ്പോൾ എല്ലാം ഇപ്പോൾ എല്ലാവരുടെയും മനസ്സിനകത്തേക്ക് കയറിയിട്ടുള്ള പാട്ടുകളാണത്. അതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് അരുൺ തന്നെയാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അരുൺ ഒരു ഡയറക്ടറെക്കാട്ടിലും ഉപരി ഒരു മ്യൂസിക് ഡയറക്ടറായിട്ട് ഇൻഡസ്ട്രിയിൽ വരേണ്ട ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെയൊക്കെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ കറണ്ടൊന്നും ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ റേഡിയോയിലാണ് പാട്ടുകൾ കേട്ടോണ്ടിരുന്നത്. അപ്പോൾ അന്ന് തൊട്ട് ഞാൻ നല്ലൊരു ലിസണറാണ്, നന്നായിട്ട് പാട്ടുകൾ കേൾക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് ഞാനൊരു 25 പ്രാവശ്യമൊക്കെ, ഇപ്പം ഞാൻ എൻ്റെ നാട് പാലക്കാടാണ്, ഒരു 25 പ്രാവശ്യമൊക്കെ ഞാൻ ആ പോയി മറഞ്ഞൊരു സോങ് ഞാൻ പ്ലേ ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഏറ്റവും ഫേവറേറ്റ്. എൻ്റെ ഫേവറേറ്റ് സോങ് അതാണ്. എൻ്റെ വൈഫ് അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് അയലിൻ്റെ ആഴങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ കുറച്ച് കേൾക്കുന്ന സമയത്ത് അവൾ പറയും ഒന്ന് നിർത്തുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ എൻ്റെ വൈഫും ഇത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായത് അത് റിപ്പീറ്റ് ആയിക്കോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള സോങ്സാണ് ഇതിനകത്തുള്ളത്. പിന്നെ എന്ന് പറയുമ്പോൾ ഈ ഏരീസ് ഗ്രൂപ്പിനെയും ഇതിൻ്റെ സോഹൻ റോയ് സാറും ഇതിൻ്റെ അഭിനയമൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊന്നും സിനിമയിൽ നിന്നുള്ള ലാഭം കൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ല. അതായത് എന്നെപ്പോലുള്ള അല്ലെങ്കിൽ അരുണിനെ പോലുള്ള അനീഷിനെ പോലുള്ള ഒരുപാട് പേർക്ക് അവരൊരു എന്താ പറയുക, കൈപിടിച്ച് കയറ്റാൻ അവർ റെഡിയാണ്. കാരണം അവർ ഇന്ന് ഫോബ്സ് ലിസ്റ്റഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇവർ. അപ്പോൾ ഒരുപാട് പേരൊക്കെ അവരതൊരു ചാൻസ് കൊടുത്തിട്ടുണ്ട് ഈ സിനിമയിൽ. അതിലുപരി ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങി ഈ സിനിമ ഹിറ്റാവുകയാണെങ്കിൽ 1 രൂപ പോലും എനിക്ക് എൻ്റെ പോക്കറ്റിലേക്ക് വേണ്ട. അത് വയനാടുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടി കൊടുത്തോ എന്ന് പറയുന്നത് ആ വലിയ മനസ്സിനാണ് എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷമുള്ളത്. അത് ഈ അടുത്ത കാലത്ത് ആരും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു കാര്യമാണ്, ബാക്കിയുള്ളവരും ചെയ്യണം. അപ്പം അതിൻ്റെയും കൂടെ ഭാഗമായിട്ട് എന്താ പറയുക, അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ട് നമുക്ക് വരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ സിനിമയ്ക്ക് ഞാനും ഈ പറഞ്ഞതുപോലെ നമ്മുടെ പ്രളയത്തിലുള്ള കുറച്ച് ആളുകൾക്ക് ഇതുപോലെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി ഞാൻ വയനാട് പോയി ചെയ്തതാണ്. ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ഒരു സിനിമ ഇങ്ങനെ ഒരു നോബൽ കോസിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പോൾ അതാ ഒരുപക്ഷെ അവിടെ മൺമറഞ്ഞൊരു പ്രൊമോഷണൽ സ്ട്രാറ്റജി ആണ് എന്നൊക്കെ വിചാരിക്കാം. കാരണം ഇത് പ്രൊമോഷണൽ സ്ട്രാറ്റജി വേണമെങ്കിൽ ആക്കാം, എല്ലാവർക്കും ആക്കാം. പക്ഷേ ഈ പ്രൊമോഷണൽ സ്ട്രാറ്റജി കൊണ്ട് മറ്റൊരാൾക്ക് ഗുണമുണ്ടെങ്കിൽ അത് പ്രൊമോഷണൽ സ്ട്രാറ്റജി ആക്കാം. എക്സാമ്പിൾ, ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നുണ്ട്,
അയാൾക്ക് ഞാൻ ഭക്ഷണം വാങ്ങി കൊടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ കൊടുക്കുന്നതും ഭക്ഷണം കഴിപ്പിക്കുന്നതും എടുക്കുന്നത് തെണ്ടിത്തരമാണ്. പക്ഷെ ഇതല്ല, ഇത് എത്രയോ കുട്ടികൾ അവർക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ ലാഭം ഇല്ലെങ്കിൽ തന്നെ അത് അവരുടെ ഓർഗനൈസേഷന് കൊടുത്തോളും. അതായത് ഇപ്പോൾ ഇവരുടെ മറ്റേ ഏരീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രൂപ്പ് റെഡിയാണ് അവർ കൊടുക്കാൻ ഓൾറെഡി. ഇതുകൂടെ ഉണ്ടെങ്കിൽ ഈ സിനിമയിലുള്ളവർക്കും കൂടെ അതൊരു ഭാഗമായി എന്നുള്ളത് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലാതെ പ്രൊമോഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളെ കയറ്റാൻ വേണ്ടി മാത്രം ചെയ്യുന്നതല്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഒരുപാട് പറയേണ്ടി വരും. അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. നമുക്കറിയാം ഏരീസ് ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്ന് എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം സ്ട്രാറ്റജി ആക്കേണ്ടി വരും നമ്മൾ. പക്ഷെ അത് ഒരു വലിയൊരു മനസ്സ് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് കുറേ പേരുണ്ട് അതുപോലെ ചെയ്യുന്ന ആളുകൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്.